ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ആഴമായ വിശ്വാസ ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കുവിൻ. വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് ശിഷ്യന്മാരോടൊപ്പം കടൽ തീരത്തേക്ക് പോകുന്ന യേശുവിനെയും യേശുവിനെ അനുഗമിച്ച ആൾക്കൂട്ടത്തെയും ആൾക്കൂട്ടത്തിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുവാൻ വള്ളത്തിൽ കയറി നിൽക്കുന്ന യേശുവിനെയും യേശുവിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് നീ ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയുന്ന അശുദ്ധാത്മാക്കളെയുമാണ്. പ്രിയമുള്ളവരെ, ആൾക്കൂട്ടത്തിൽപ്പെട്ട് ഞെരുങ്ങുന്നവർക്കല്ല, ആഴമായ വിശ്വാസത്തോടെ സാക്ഷ്യം നൽകുന്നവർക്കാണ് അനുഗ്രഹം ലഭിക്കുന്നത് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. തീർച്ചയായും യേശുവിൻ്റെ വാക്ക് കേൾക്കാനായിരിക്കാം, സൗഖ്യം പ്രാപിക്കുവാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പർശിക്കുവാനോ, അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ ആവശ്യങ്ങളുണ്ട്. എന്നാൽ യേശു അവരെ പഠിപ്പിക്കുകയാണ്, ആൾക്കൂട്ടത്തിൻ്റെ ആഘോഷങ്ങളിലും ആവശ്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കണം. യേശു ഒരു വള്ളത്തിൽ കയറി നിന്ന് മാതൃക നൽകുന്നു. സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്ന വള്ളം. ഇതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്ന വചനമാകുന്ന വള്ളത്തിൽ, പ്രാർത്ഥനയാകുന്ന, കൂദാശകളാകുന്ന, സഭയാകുന്ന വള്ളത്തിൽ കയറി നാം നിൽക്കണം. വചനം പറയുന്നു, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എന്നിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതെ, ആൾക്കൂട്ടത്തിലല്ല പ്രാധാന്യം നൽകേണ്ടത്, ആൾക്കൂട്ടങ്ങളിലല്ല പ്രാധാന്യം നൽകേണ്ടത്, മറിച്ച് നമ്മെ ആഴമായ വിശ്വാസത്തിലേക്ക് നയിക്കുന്നവയ്ക്കാണ് നാം പ്രാധാന്യം നൽകേണ്ടത്. രണ്ടാമതായി, തൻ്റെ മുൻപിൽ വീണ് സാഷ്ടാംഗം നിൽക്കുന്ന അശുദ്ധാത്മാക്കളെയാണ് യേശു നോക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ അവൻ്റെ മുൻപിൽ നിൽക്കുന്നെങ്കിലും യേശു നോക്കുന്നത് തൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് പ്രണമിക്കുന്ന അശുദ്ധാത്മാക്കളെ. അനുദിനം സ്വന്തം പാപ അവസ്ഥകളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് ദൈവത്തിന് മുൻപിൽ നാം നമ്മളെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ നോക്കും. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനവും നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. കർത്താവേ, ഇതാ ഞാൻ അങ്ങയുടെ മുൻപിൽ വരുന്നു, അങ്ങയുടെ ഹിതം നിറവേറ്റുന്നതാണ് എൻ്റെ സന്തോഷം. ആൾക്കൂട്ടത്തിലായിരിക്കുന്നതല്ല പ്രധാനം, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതാണ് പ്രധാനം. ഒന്നാം വായനയിലൂടെ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിലൂടെ പഠിപ്പിക്കുന്നത്, ക്രിസ്തുവിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മെ തന്നെ നമുക്ക് പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഇന്നേ ദിവസം നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ക്രിസ്തുവിനെ സമീപിക്കാം. ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ആഴമായ വിശ്വാസത്തിൽ ജീവിക്കുവാൻ പരിശ്രമിക്കുവിൻ. ആമേൻ.